കലോത്സവ നടത്തിപ്പിൽ സർക്കാരിന് ഇന്ന് ഹൈക്കോടതിയുടെ വിമർശനം കിട്ടി. സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ ദുർഗന്ധം വന്ന ഹൈക്കോടതി സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന് കോടതി പറഞ്ഞു. കലോത്സവ പരാതികൾ പരിഹരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, വിശദാംശങ്ങൾ പറയൂ. റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മത്സരവുമായി ബന്ധപ്പെട്ട് നേഹ നായർ എന്ന പെൺകുട്ടിയാണ് ഈ ആക്ഷേപം ഉന്നയിച്ച് കോടതിയിലെത്തിയത്. ജസ്റ്റിസ് സി ജയചന്ദ്രനാണ് ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുകയുണ്ടായത്. ഇതിൽ കോടതി രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു സർക്കാരിനെ. സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ ദുർഗന്ധമാണെന്ന് കോടതി പറയുന്നു. കലോത്സവ മൂല്യനിർണ്ണയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ അക്കാര്യം വ്യക്തമാകും എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാതെയാണ് നിയമനമെന്ന് ഹൈക്കോടതി ആക്ഷേപം ഉന്നയിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാൻ അനുമതി തേടി കുച്ചിപ്പിടി മത്സരാർത്ഥി നേഹ വി നായർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ വിമർശനം. അതേസമയം തന്നെ കോടതി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ കലോത്സവ ട്രിബ്യൂണൽ രൂപീകരിക്കണം എന്നുള്ളതാണ്. സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്നാണ് കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. കലോത്സവ മൂല്യനിർണ്ണയ പ്രശ്നം പരിഹരിക്കാനാണ് ഈ ട്രിബ്യൂണൽ അനിവാര്യമായിട്ടുള്ളത്. കലോത്സവ പരാതികൾ പരിഹരിക്കാനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാകില്ലെന്നും കോടതി പറയുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ ആരംഭിക്കുന്നു. ആ ഘട്ടത്തിലാണ് കോടതിയുടെ ഈ ഇടപെടൽ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കലോത്സവത്തിനായി ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടയർഡ് ജഡ്ജിയുടെ സേവനം ഉപയോഗിക്കാം. അതേപോലെ IAS ഓഫീസറിൻ്റെ സേവനവും കൂടി എടുത്ത് ഒരു 3 പേരടങ്ങുന്ന ഒരു ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതിൻ്റെ കാര്യം മറുപടി പറയാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു.